ഞാൻ കോഴിക്കോട് നേരത്തെ മാസത്തിലൊന്ന് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. വളരെ നാൾ കൂടിയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് എത്തുന്നത്. ഞാൻ വന്നത് വളരെ സ്നേഹത്തോടെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നല്ലവരായ കോഴിക്കോട്ടെ ജനങ്ങൾ, മലബാർ മേഖലയിലെ ജനങ്ങൾ ഉൾക്കൊള്ളണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ, കേരളം വർഷങ്ങളായി LDFും UDFും ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും BJP പോലുള്ള ഒരു കക്ഷിയും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരേ സ്വഭാവത്തിൽ, ഒരേ മാനദണ്ഡത്തിൽ LDFും UDFും എല്ലാ കക്ഷികളും ഈ കേരളത്തിൽ ഒരു കക്ഷി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി ഉയർന്നിട്ടുള്ള മോദിജി ലോക രാഷ്ട്രത്തലവന്മാരുടെ മുമ്പിലും ലോക ജനതയുടെ മുമ്പിലും വലിയ അംഗീകാരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ത്യയെ പോലും 10 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. 5ാമത്തെ സമ്പന്ന രാഷ്ട്രമാണ്. 3ാമത്തെ സാമ്പത്തിക രാഷ്ട്രമാക്കി ഉയർത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും കേരളം, അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും അത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതിന് തെറ്റിദ്ധരിക്കേണ്ട, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട ജോലി ചെയ്യാത്തതുകൊണ്ടാണ്. ഒളിച്ചു വെക്കുന്നില്ല. ഇവിടെ ഈ കോഴിക്കോട് വന്നു കഴിയുമ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും എല്ലാ യോഗങ്ങളും കോഴിക്കോട്ട് കൊണ്ടേയാവുള്ളൂ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സത്യം എന്താ? ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഒരു പ്രകോപനമില്ലാതെ കയറി 1200ഓളം പാവങ്ങളെ കുത്തിയും വെട്ടിയും ബലാത്സംഗം ചെയ്തും കൊല്ലുകയായിരുന്നു. ഗർഭിണികളെ വരെ ബലാത്സംഗം ചെയ്യുകയും ഗർഭിണിയുടെ വയറ് കയറി കുഞ്ഞുങ്ങളെ വഴി കൊല്ലുകയും ചെയ്ത സംഭവം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം നടന്ന ആക്രമണം ഇസ്രായേൽ ഭീകരമായി ആഞ്ഞടിക്കുക. ഇസ്രായേൽ ആഞ്ഞടിക്കുന്നത് ശരിയെന്ന് പറയാൻ ഞാനില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട്. ഹമാസ് കടന്നുകയറ്റക്കാരനാണ്. പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന മഹത്തായ ഒരാശയം, ഭാരതത്തിന്റെ ആശയം ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ LDF UDF അംഗീകരിക്കില്ല, കോൺഗ്രസും അംഗീകരിക്കില്ല, കമ്മ്യൂണിസ്റ്റും അംഗീകരിക്കില്ല. പ്രധാനമന്ത്രി മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും പറഞ്ഞു ഹമാസ് കടന്നു കയറിയവരാണ്, തെറ്റാണ്. പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പറയണം, അതൊരു മര്യാദയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ LDFനും UDFനും? അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? LDFും UDFും യോഗം നടത്തിയത് കോഴിക്കോട്ടാണ്. എന്താണ് കോഴിക്കോടിന്റെ പ്രത്യേകത? ഈ മലബാർ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയാൽ അത് ഇന്ത്യയിലെ മുഖ്യ ന്യൂനപക്ഷങ്ങളുടെ സ്വാധീന മേഖല എന്ന നിലയിൽ മലബാറിൽ ആ മുഖ്യ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയാണ് LDFും UDFും ഈ വൃത്തികെട്ട നടപടിക്ക് തുടരുന്നത്. അവരാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോ പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിന് എന്താണ് തെറ്റെന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തണം. പൗരത്വ നിയമം പാസ്സാക്കിയപ്പോൾ നമ്മുടെ പല മാന്യന്മാരായ MP-മാരും അവിടെ പോയി പോലും ഇല്ല. അതുപോട്ടെ, ഞാനീ കടക്കുന്നില്ല. ആ പൗരത്വ നിയമം പാസ്സായതുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? 2010 അത് മുസ്ലിം വിരുദ്ധമാണെന്നാണ് പറയുന്നത്. എങ്ങനെ മുസ്ലിം വിരുദ്ധമാവും? എനിക്ക് മനസ്സിലാകുന്നില്ല. 2014 മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും
അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനമേറ്റുവാങ്ങി നിവൃത്തിയില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓടി പലായനം ചെയ്തവർ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മുസ്ലിമിന് പൗരാവകാശം കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. എങ്ങനെ മുസ്ലിമിന് കൊടുക്കണം? പാകിസ്ഥാനിൽ മുസ്ലിംക്ക് പീഡനമില്ല, അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിംക്ക് പീഡനമില്ല, ബംഗ്ലാദേശിലും മുസ്ലിംക്ക് പീഡനമില്ല. അവരാണ് പീഡിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ അവരെ ആര് പീഡിപ്പിക്കാന്? അപ്പൊ പിന്നെ മുസ്ലിമിന് അതിന്റെ പേരിൽ എങ്ങനെ വോട്ടവകാശം പൗരത്വം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ആകെ എത്ര പേരുണ്ട്? എണ്ണം നിങ്ങൾ കണക്ക് നോക്കണം. പൗരാവകാശം കൊടുത്തിരിക്കുന്നത് ആകെയുള്ള ഹിന്ദുക്കൾ 5000-അടുത്ത് മാത്രമേ ഉള്ളൂ പൗരാവകാശം. അപേക്ഷ എത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനിന്ന് 2000-അടുത്തേ ഉള്ളൂ. എല്ലാം കൂടെ ഗ്രാൻഡ് ടോട്ടൽ നമ്മുടെ സിഖും പാഴ്സി എല്ലാം കൂടെ വരുമ്പോൾ മാക്സിമം 10000 ആണ് ആകെ പൗരാവകാശ പ്രകാരം പൗരത്വം കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തുന്നു. എന്നാലോചിച്ച് ഇതിന് പുച്ഛിക്കാതിരിക്കാൻ കഴിയുമോ? എന്തിനു പക്ഷേ പിണറായി വിജയൻ ഈ വിവരക്കേട് കാണിക്കുന്നു? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനല്ലേ? ഇന്ന് നിങ്ങൾ പത്രക്കാരുകൾ വരുമ്പോൾ ചോദിക്കണം, എത്ര പേർക്ക് പൗരാവകാശ പ്രകാരം ഈ നിയമപ്രകാരം പൗരത്വം കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ ഈ 10000 പേരെ സംഘടിപ്പിച്ച് യോഗം നടത്തുന്നത് എന്തിനാണ്? എന്ത് നിയമവിരുദ്ധമാണ് അക്കാര്യത്തിലുള്ളത്? ഇതാരും ചോദിക്കുകയില്ല. കോൺഗ്രസ് അത് തന്നെ പറയുക. അവിടെ കുഴപ്പം. ആ നടപടിക്രമം അവസാനിപ്പിക്കണം. പൗരത്വ നിയമം പോലെ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ ഒരു ഉദാഹരണം. ചുമ്മാ ഒരു കാര്യമില്ലാതെ വർഗീയത വളർത്തുന്ന ഇടപാടൊന്നും നിർത്തണ്ടേ? ഇവിടെ നമ്മുടെ എത്ര പേർക്കാ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ ആരാ സാറിനെ എതിർക്കുന്നത് ചോദ്യം ചെയ്യുന്നത്? നമുക്ക് വിരോധമില്ല ഇലക്ഷൻ കമ്മീഷൻ മാറ്റുന്നതിന് ഇവിടെ നമുക്കാർക്ക് തർക്കമൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഏപ്രിൽ 26 കേരളത്തിലെ വോട്ടിംഗ്. അത് വെള്ളിയാഴ്ചയായി ഇറങ്ങിയില്ല. എല്ലാം കൂടെ എന്തൊരു ബഹളമാണ്! ഈ വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ളതാണല്ലോ കുഴപ്പം. ജുമാ എന്ന് പറയുന്നത് 12 മുതൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ബാക്കി 10-11 മണിക്കൂർ ഇലക്ഷൻ നടക്കുമ്പോൾ ആകെ 9 മണിക്കൂറിൽ പോയി വോട്ട് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പം എന്തിനേയും വർഗീയമായി കാണുന്ന ഈ നാണം കെട്ട സ്വഭാവം മുസ്ലിം സംഘടനകളോടൊപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും അപമാനകരം. അതിന്റെ ആവശ്യം എന്താ? അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, 2009 ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞായറാഴ്ചയാണ് വോട്ടിംഗ്. വെള്ളിയാഴ്ച പോലല്ല ഞായറാഴ്ചയുടെ പ്രത്യേകത. വെള്ളിയാഴ്ച ജുമായ്ക്ക് പോയില്ലെങ്കിൽ ക്ഷമയുണ്ട്. ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് പ്രമാണങ്ങളിൽ ഒന്നാണ്. ഒരു പ്രമാണമാണ് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളിലും വിശുദ്ധമായി ആചരിക്കുക. കുർബാന കണ്ടില്ലെങ്കിൽ അവന് ചാവദോഷം നരകത്തിലാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ആ വിശ്വാസമുള്ള ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ദിവസം ഇലക്ഷൻ വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനി അത് പ്രതിഷേധിച്ചില്ല. ഇവിടുത്തെ ഒരു കോൺഗ്രസിനെയും കണ്ടില്ല, ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെയും കണ്ടില്ല. അത് തെറ്റാണെന്ന് പറയാൻ എന്താ പിന്നെ ഈ വെള്ളിയാഴ്ചക്ക് മാത്രം കുഴപ്പം? ഈ പോക്ക് അപകടകരമായ നിലയിലാണ്. ഈ മുഖ്യ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് പോയി ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികൾക്ക് കൂട്ടുനിൽക്കുന്ന നില കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉപേക്ഷിക്കണം എന്ന് വിനയപരിശ്രമം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു വെള്ളിയാഴ്ച പ്രശ്നം വന്നതിനുള്ള വഴക്ക് എന്ന് എൻ്റെ ഒരു ചോദ്യം. ആ പൂഞ്ഞാറില് ഒരച്ഛനെ 28ഓളം ഈ മുഖ്യ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. എൻ്റെ നിയമത്തിൽ ഞാൻ സ്ഥലത്തുണ്ട്. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. അച്ഛൻ ആശുപത്രിയിലായി. ഇന്ന് വരെ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു നേതാവ് ആ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകാത്തത് എന്താ? പിണറായി മുഖ്യമന്ത്രിയാണ് പറയാം. അതിലേക്കാ വരുന്നത്.
പിണറായി എന്താ പറഞ്ഞത്? ആകപ്പാടെ പിണറായി വിജയൻ പറഞ്ഞു അവിടെ ആ അച്ഛൻ്റെ പേര് അച്ഛനെ വണ്ടിയിടിപ്പിച്ചാൽ കൊല്ലാൻ പോയി എന്ന് കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സംഭവം സത്യം പറഞ്ഞു. എന്നാൽ അത് അപലപിക്കാൻ തയ്യാറായില്ല. അപലപിക്കേണ്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇവിടെ പോയി? ഗോവിന്ദൻ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ മിണ്ടാത്തത് എന്താ? അത് ന്യൂനപക്ഷമല്ലേ? അതിന് മുഖ്യ ന്യൂനപക്ഷത്തെക്കാളും ന്യൂനപക്ഷമല്ല ഈ ക്രിസ്ത്യാനി. എന്താ മിണ്ടാത്തത്? ഇതെല്ലാം ഒന്നായി കാണണം. ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കാണാനുള്ള മര്യാദ കാണിക്കണം. മനസ്സിലായില്ലേ? ഇത് വോട്ട് രാഷ്ട്രീയമായിട്ട് ഇറങ്ങി ഈ രാജ്യത്തെ നശിപ്പിക്കരുതെന്നാണ് CPM-നോടും കോൺഗ്രസിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടും തുല്യമാണ്. മോദി ഭരിക്കുന്നു എന്നൊരു അസൂയയുടെ പേരിൽ ചാടി ഇറങ്ങിയിരിക്കുകയാണ് പരിപാടിയായിട്ട്. ഇത് അവസാനിപ്പിക്കണം. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ പേടിച്ചിരിക്കുക. ഇന്ന് നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പോ ED-യുടെ കയ്യിൽ ജയിലില്ല. അപ്പോൾ അയ്യോ അത് കുഴപ്പമായി പോയെന്ന് പറയുന്ന മാന്യന്മാരുണ്ട്. ഞാൻ അത് കുഴപ്പമായെന്ന് പറയുന്ന മാന്യന്മാരുടെ വിനയപുരസ്സരം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ PCO ചോദിക്കുക. ED 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങളുടെ പേരിൽ അഴിമതി ആരോപണമുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് തെളിഞ്ഞിരിക്കുന്നു, സാക്ഷി മുഴുവൻ കിട്ടിയിരിക്കുന്നു, നിങ്ങളോട് വിവരം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഹാജരാകണമെന്ന് പറഞ്ഞ് 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് മൈൻഡ് ചെയ്യാൻ തയ്യാറാകാൻ മാറി നിന്നാൽ പിന്നെ അറസ്റ്റ് അല്ലാതെ പിന്നെ ഞാൻ ഉമ്മ കൊടുക്കണം? എനിക്ക് മനസ്സിലായില്ല. ഈ 7 പ്രാവശ്യം നോട്ടീസ് അയക്കേണ്ട കാര്യം അതിന് ഇപ്പുറം അറസ്റ്റ് ചെയ്യണ്ട. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ചെന്നല്ലോ അവിടെ. നിങ്ങൾ നോട്ടീസ് കിട്ടി, നിങ്ങൾ ഹാജരായില്ല, അറസ്റ്റിനെ കുറിച്ച് ഇടപെടാൻ സുപ്രീം കോടതി ഇല്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? സാമ്പത്തിക ആരോപണമാണ്. സാമ്പത്തിക അഴിമതിയാണ്. അഴിമതിയിൽ ആഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രശ്നമാണ്. കേജ്രിവാൾ അകത്ത് പോയപ്പോ ഏറ്റവും അധികം ചങ്ക് പടയ്ക്കുന്നത് പിണറായി വിജയന്റെയാണ്. മകളും പിണറായികളും കട്ടുകൂട്ടിയതിന്റെ തെളിവുകൾ ഹൈക്കോടതി മുമ്പിൽ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി SFIയോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അവരന്വേഷണം അവസാന ഘട്ടത്തിലായിരിക്കുക. പിണറായിയും മകളും വലിയ താമസമില്ലാതെ കേജ്രിവാളിന്റെ നിലയിൽ ജയിൽ കിടക്കേണ്ടി വരും. മനസ്സിലാകില്ലേ? അപ്പൊ അതിന് വേവലാതി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയിലെ ജനങ്ങളെ മൂട്ടിക്കുമ്പോൾ ഓർക്കണം, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ ഓർക്കണം. 4.5 ലക്ഷം കോടി രൂപ കടമാക്കി കേരളത്തെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു ഭരണവും, അതോടൊപ്പം മോഷണവും, അതോടൊപ്പം പിടിച്ചുപറി റാവടികൾ. നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ലേ ഇവിടെ വയനാട്ടിലാണല്ലോ? SFI ഗുണ്ടകൾ അടിച്ചു പിടിച്ച് കൊല്ലുകയല്ലേ? എന്താ അവൻ ചെയ്ത മഹാഭാവം? അവൻ ഒരു പാവവും ചെയ്തിട്ടില്ല, തെളിഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? എന്താ ഇപ്പോഴാ പുതിയ SFIയുടെ ആരോപണം? ഏതോ ഒരു മുസ്ലിം പെൺകുട്ടിയോട് സംസാരിച്ചത്. വലിയ പാവമാണ് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഉണ്ടാകുന്ന ഈ പുതിയ ആരോപണം, ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം ഇട്ട് പട്ടിണിക്കിട്ട് അടിച്ച് കൊന്നത്. സഹിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച്. ഇതിനൊക്കെ എതിരെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉണരണം. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈരം നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായി കണക്കാക്കി ഈ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കുന്ന മാന്യനായ സ്ഥാനാർത്ഥി MD രമേശിന് ശക്തമായി പിന്തുണ നിങ്ങളെല്ലാവരും നൽകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അവിടെ മാത്രമല്ല, 20 നിയോജക മണ്ഡലത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ? ഏതായാലും വലിയൊരു തമാശ. അത് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എനിക്ക് കേട്ടപ്പോൾ സുഖം തോന്നി. എനിക്ക് വേണ്ട നല്ല പച്ചവെള്ളം കുടിച്ച് സുഖമുണ്ട് അത് വാർത്ത കേട്ടപ്പോൾ. ഇത് രണ്ടും കള്ളന്മാരല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ? കോൺഗ്രസ് പറയും CPM-ഉം BJP-യുടെ അന്തർധാരയാണ്. CPM പറയും കോൺഗ്രസും BJP ആയിട്ടാണ്. കോൺഗ്രസ് പറയും CPM-ഉം BJP-യും, കോൺഗ്രസ് പറയും BJP-യും കോൺഗ്രസ് CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാരയാണെന്നാ പറയുന്നത്.
ഇത് അന്വേഷിക്കുന്നതിൽ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളാണോ അന്വേഷണ ഏജൻസിയിലുണ്ടോ? നിങ്ങൾ അന്വേഷണ ഏജൻസി ഇല്ലല്ലോ. ആ അന്വേഷിക്കണം, പേടിക്കേണ്ട, അന്വേഷിച്ചോളൂ. എല്ലാവരും അകത്ത് വന്നോളൂ. നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? അത് വരുന്നേ, അതൊക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുന്നേ. അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ അവിടുത്തെ ഗവർണർ? ഡിസ്ക്വാളിഫൈ ചെയ്തോ? എന്റെ ചോദ്യം, അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തോ? അകത്ത് കിടന്നുകൊണ്ട് മാത്രം എന്താ പറയാൻ വെള്ളം വെക്കാൻ പറയാൻ അനുവദിക്കേ. കേരളത്തിലാണ് നിയമം അനുസരിച്ചാണെങ്കിൽ നിയമസഭയുടെ ചട്ടം അനുസരിച്ച് നിയമപരപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ അംഗത്വം റദ്ദ് ചെയ്യും. റദ്ദ് ചെയ്ത് ഗവർണർ കത്ത് കൊടുക്കും. ഗവർണർ ആ നിമിഷം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫൈ ചെയ്യും. പോയി പിന്നെ 6 ദിവസം ഇലക്ഷൻ ഉണ്ടാവും. പറയട്ടെ ആ ഒരു ഇപ്പൊ MLA മകൻ കാശ് കാണിച്ചെന്ന് പറഞ്ഞ് MLA പിടിച്ചെങ്കിൽ ഡിസ്കോൾ ചെയ്യുന്ന ഇങ്ങനെ ഇല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് നിങ്ങൾ തോന്നുന്നു? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ തർക്കം പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഏതാ എനിക്കാരെയും വിളിക്കണ്ടല്ലോ, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന കക്ഷിക്ക് ഇച്ചിരൊക്കെ പ്രാധാന്യം ഉണ്ടെന്ന് നിഷേധിക്കുന്നില്ല ഞാൻ. പക്ഷെ എന്റെ ഒരു സഹോദരൻ, ഞാൻ തർക്കത്തിലൊന്നും ഇല്ല. ആ ഭരിക്കുന്ന കക്ഷിക്ക് ഇച്ചിരി ഉണ്ടെന്നേ. അതുകൊണ്ടല്ലേ ചുമ്മാ ഇത് നമ്മുടെ ഒരു പാവപ്പെട്ട പയ്യനെ അടിച്ചു പിടിച്ച് കൊന്നിട്ട് പലരും പിടിക്കുന്നുണ്ടോ? യഥാർത്ഥ പ്രതിയായിട്ട് ആരെയെല്ലാം പിടിക്കേണ്ടതാ? അത് ഭരിക്കുക പിണറായി. അതിന്റെ വരും. അതൊക്കെ പതുക്കെ ചട്ടപ്രകാരം അത് പിടിക്കും. വിടുകല എന്നതുപോലെ വന്നോളൂ. ഇതും അതെ. ഏത് പത്രമാണ് നിങ്ങൾ ഏത് പത്രമാണ്? അല്ല, അത് മനസ്സിലായിട്ട് പത്ര അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നത്. ആ പത്രത്തിൽ പറഞ്ഞ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി കൊടുക്കാനാണ്. അല്ലാതെ ഇപ്പൊ മനോരമയാണെന്ന് ഞാൻ കേട്ടോളൂ. നിങ്ങൾ വേളം വെക്കാതെ ഒന്ന് പറയാതെ നിൽക്കടാ പോയി. അത് മര്യാദ കാണിക്കുക. നിങ്ങൾ ഏത് പത്രമാണെന്ന് കഴിഞ്ഞാൽ മനോരമയാണെങ്കിൽ മനോരമ വന്ന അഭിപ്രായം വെച്ച് എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. നിങ്ങൾ മാതൃഭൂമിയാന്ന് പറഞ്ഞാൽ മാതൃഭൂമി വെച്ച് അഭിപ്രായം പറയാനുണ്ട്. നിങ്ങൾ മാധ്യമമാണെന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ പറഞ്ഞ അഭിപ്രായം വെച്ച് അങ്ങോട്ട് പറയാം. അതല്ലാതെ നിങ്ങളോട് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കൂ. എന്നെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലാതെ നിങ്ങൾ ഏത് പത്രമാണ് എനിക്കെന്താ? നിങ്ങൾ ശമ്പളം മേടിക്കുക ആ പത്രത്തിൽ നിന്ന്. ഞാനല്ല നിങ്ങൾ ശമ്പളം തരുന്നത്. ഒരു വിരോധവും ഇല്ല. പക്ഷേ ചോദ്യം വരുമ്പോൾ എനിക്കത് അറിയണമെന്ന് എന്നേ കാരണം അതാണ്. കോട്ടയത്താളെ ചോദിക്കുക എനിക്കറിയാം ഏത് പത്രമാണ്. മനസ്സിലായില്ലേ? അത് ഇന്ന് രാവിലെ വന്നു. കൈരളിക്കാരനാണ് വന്നത്. സംസാരം തുടങ്ങി എനിക്ക് മനസ്സിലായാൽ കൈരളിയാണ്. മനസ്സിലായോ? കൈരളി വിഷയം എന്നാന്ന് ചോദിച്ചു. അപ്പം നിർത്തി. അപ്പോഴാണ് എനിക്കത് മനസ്സിലായെന്ന് അവന് മനസ്സിലായില്ലേ? ഞാൻ കോട്ടയക്കാരല്ല. കോട്ടയക്കാരനാന്ന് കണ്ട് കോട്ടയക്കാരെല്ലാം മാന്യന്മാരായിട്ടുള്ള നിർബന്ധമുണ്ട്. കോട്ടയത്തോടെ എല്ലാവരും മാന്യന്മാരാണ്. അല്ല, അതിനുള്ള ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞത്. അതായത് ഓരോ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പം BJP ചേർന്നുകൊണ്ട് BJP ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഓരോ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് ഒരു മടിയിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാൻ ഞാൻ കളവ് പറയാറുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കോഴിക്കോട് ഇലക്ഷൻ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് BJPയുടെ സ്ഥാനാർത്ഥി ആരാ? MD രമേശ്. അങ്ങേരെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒരു മാന്യനായ സ്വാധികനായ മനുഷ്യൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുക. അങ്ങേര് ജയിച്ചാൽ കോഴിക്കോട് ഈ 15 കൊല്ലം കൊണ്ടുണ്ടായ നഷ്ടം കൂടി നികത്താൻ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മോഡി ഗ്യാരണ്ടി വിശ്വസിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ, അതാണ് പറയുന്നത്. അവിടെ ഒരു സംശയം വേണ്ട. അപ്പോൾ കേരളത്തിൽ ഇത്തവണ നിങ്ങൾ ആര് എന്തെല്ലാം ചിന്തിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, BJP അക്കൗണ്ട് തുറക്കും. ഒരു സംശയം വേണ്ട. എഴുതിയിട്ടോ. ഞാൻ ഇനിയും വരും ഇവിടെ. നിങ്ങൾ പേടിക്കണ്ട. അപ്പം നമുക്ക് നേരിട്ട് കാണാം. അപ്പം ഞാൻ ഇവിടെ വരാം. നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ വന്നേക്കാം. ഇവിടെ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് കുഴപ്പം. അങ്ങോട്ട് വരാം.
അവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. അത് പറയാം. ഈ 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ നിങ്ങൾ, BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. എഴുതിയിട്ടോ നിങ്ങൾ? BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. കാരണം നിർണായകമായ വോട്ട് കാണും. ഇത് പുള്ളിയെ കൊണ്ട് യോജിപ്പിക്കേണ്ട കാഴ്ച കോട്ടയം. കോട്ടയം നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ ഞങ്ങളെ പാവത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണം. എനിക്ക് അങ്ങനെ എഴുതില്ല. അത് 2029 ഓൾ ഇന്ത്യ ബേസിൽ ഒരു പുതിയ ഇലക്ഷൻ നടക്കാൻ പോവാം. ആ 29 ഇലക്ഷനിൽ BJP ഒറ്റയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കും. ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ എന്റെ കൂട്ടത്തിൽ കാണും. ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. ഞാനിതൊന്നും അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദൻ കൊടുത്ത് എനിക്ക് മന്ത്രിയാകാൻ പറ്റില്ലായിരുന്നു. അച്യുതാനന്ദൻ നിർബന്ധിച്ച് ആയില്ലല്ലോ. എനിക്ക് വേണ്ടെന്ന് ഞാൻ ഞാനൊരു സ്ഥാനം നോക്കി നടക്കുന്നവനല്ല. നിങ്ങൾ ആദ്യം പഠിക്കുക. VS എന്നെ നിർബന്ധിച്ചും എല്ലാ പത്രത്തിൽ എല്ലാവരും വന്നതല്ലേ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നിർബന്ധിച്ചല്ലേ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്നല്ല, ഞാൻ സ്ഥാനം നോക്കി വന്നതല്ല. ഇപ്പൊ BJP ചേർന്നു, ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല, ഓരോ റിമാൻഡും ഇല്ലാതെ ചേർന്നത്. എനിക്കോ? എന്റെ പൊന്നനിയ, നിനക്കല്ല ലോകത്താരും ഇതിനെ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കല്ല, ഞാൻ ചോദിക്കാത്ത എനിക്ക് സീറ്റ് എങ്ങനെ കിട്ടും? നിങ്ങൾ എന്തിനു മണ്ടത്തിലേക്ക് പറയുന്നു? ഞാൻ അവൻ പറഞ്ഞ അവനെ സ്ഥാനാർത്ഥിയാക്കാൻ ഞാൻ പറഞ്ഞു. കാരണം എനിക്കെതിരില്ല, ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. ഒരു സംശയമുണ്ട്, ഇപ്പൊ ആ ഫോൺ വിളിച്ച് എന്റെ വീട്ടോട്ട് എന്റെ പെമ്പളയുടെ നമ്പർ ചോദിച്ചു പറഞ്ഞു തരും. എങ്ങനെ 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 ആർക്കറിയാം? ജനം വോട്ട് ചെയ്തിട്ടില്ല. അടുത്ത ജൂൺ 4-ാം തീയതി 5-ാം തീയതി പറയാം. അങ്ങനെ പോയെ ഞാൻ മാറി ഉടനെ BJP പോകും. ഇതാര് പറഞ്ഞു മടയത്തരമൊക്കെ? അത് സാരമില്ല. നീ അങ്ങനെ ഇതിപ്പോ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ BJP എന്ന് പറയുന്നത്, മനസ്സിലായില്ല? അതങ്ങനെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് VC പ്രധാനമന്ത്രി ആയില്ല. അല്ല, മോദി അവിടെ നിങ്ങൾ പഠിച്ചോ? ഇവിടെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഒരു പത്രക്കാരനല്ലേ, ഞാൻ പറഞ്ഞു തരണോ? മോദി കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ക്യാബിനറ്റ് കൂടിയിട്ട് എന്താ പറഞ്ഞേ? ഈ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ഉണ്ടായാൽ 100 ദിവസത്തിന് നടപ്പാക്കുന്ന പരിപാടി അനൗൺസ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. ആരോട്? മുഴുവൻ മന്ത്രിമാരോട്. മനസ്സിലായില്ലേ? മോദി ആ കേൾക്കുമ്പോ ഒരു സുഖമില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് സുഖം ഉണ്ടാകില്ല, നിങ്ങളുടെ മനസ്സ് മോശം. അതുകൊണ്ടാണ്. നല്ല മനസ്സുള്ളവർക്ക് സുഖം തോന്നും. അത് വ്യക്തികേന്ദ്രമല്ലേ? കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അവരുടെ വ്യക്തികേന്ദ്രമാണ്. അങ്ങനെ വ്യക്തിത്വം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നയിക്കുന്ന ഒരു നേതാവുണ്ടാവും. ആ നേതാവിന്റെ കീഴിൽ തന്നെയായിരിക്കും ബാക്കിയുള്ളവർ. BJPയിൽ എന്താന്ന് വെച്ചാൽ അങ്ങനെക്കിട്ട് പാര വെക്കാൻ ആളില്ല. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കിട്ട് പാര വെക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്. പിണറായി വിജയനിട്ട് പാര വെക്കാൻ പിണറായിയുടെ പാർട്ടിക്കാർ പേര് പറയുന്നില്ല ഉണ്ട്. അതുപോലെയല്ല BJP പാരയില്ല, മര്യാദയ്ക്ക് നിന്നോളും. അതാ പ്രശ്നം. അങ്ങനെ ചർച്ച വെക്കുന്നത് വല്ല കാര്യമുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് പറയട്ടെ. ഓരോ ചോദ്യം ഓരോ ഉത്തരം പറഞ്ഞ് വരട്ടെ. എന്റെ ചോദ്യം, 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തോ? നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ല? ഏത് കാര്യത്തിലും ഇലക്ഷൻ കമ്മീഷനോട് വരെ നമ്മുടെ അഭിപ്രായം പറഞ്ഞ പാർട്ടിയാണ്. ബോണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി വിധി പറഞ്ഞല്ലോ. ഒരു മടി വിചാരിക്കാതെ മുഖത്തടിച്ച് വിധി പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരാ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. മോദിയെ അടിച്ചില്ലേ? ഏതോ 2-3 ഇഷ്യൂയിൽ വന്ന് ഗവൺമെന്റിനെതിരായിട്ടില്ല വിധി വന്ന്. ഞങ്ങളാരും കുറ്റപ്പെടുത്തിയില്ല, കാരണം ആ നിയമം അനുസരിച്ചാണ്. ഇത് 7 പ്രാവശ്യം എന്താണ് എന്നറിയാൻ ഇയാളുടെ കൂട്ടത്തിലുള്ള മന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിലായിരിക്കുന്നു. ചോദ്യം ചെയ്യാതെ വിളിച്ച് 7 പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് കൺസിഡർ ചെയ്യാതെ അഹങ്കാരമായിട്ട് നടന്നാൽ അറസ്റ്റ് ചെയ്യാൻ അതിന് എന്നെ ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു തെറ്റുമില്ല ഇതിനകത്ത്. അതിനെ തന്നെ രാഷ്ട്രീയം പൊട്ടിക്കാവോ? കാശ് പൊട്ടിക്കാവോ? എന്തിനാണ് മദ്യം തിരുത്തിയത്? നിങ്ങൾ വർത്താനം പറഞ്ഞല്ലോ. എന്തിന് മദ്യം തിരുത്തി? അയാൾ പറയട്ടെ. ഒരു നയം പ്രഖ്യാപിച്ചു, 1.5 വർഷം നയമായിട്ട് കടന്ന്
കോടികൾ കൈപ്പറ്റി. അത് ഭയങ്കരമായ ശത്രുതയായി. ഇലക്ഷന് മാത്രമല്ല, കോടതികൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജനവികാരം ഉണ്ടായി നീണ്ടു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തൊരു കാരണം പറയട്ടെ, എന്തിനാ വിഡ്രോ ചെയ്തത്? അപ്പൊ തെറ്റാ ചെയ്തത്. ആ തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ടതിനാണ്. നിങ്ങൾക്ക് വേണേ എങ്ങനെ വേണേ എഴുതാൻ. എന്നെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, എനിക്ക് എതിരില്ലെന്ന്. എനിക്ക് ഒരു പൊരുത്തക്കേടും തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, എനിക്കൊരു വിരോധമില്ല. എന്റെ അഭിപ്രായം ഇതാ. കഴിഞ്ഞ കാലങ്ങളിൽ പാലാകൃഷ്ണനും അതുപോലെ പൂഞ്ഞാറിലെ അച്ഛനൊക്കെ അനുഭവം ഉണ്ടായി. ഇതേ ക്രിസ്ത്യാനിറ്റിയുടെ കോൺഗ്രസിന്റെയും LDF-ന്റെയും UDF-ന്റെയും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തത്. അവരോട് എന്താ പറയാൻ? ഏതാ അവർ തന്നെയാണ് UDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പൊ ഈ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അത് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് വേറെ ആരും ഇല്ലല്ലോ. അന്ന് BJP ഒരു ശക്തമല്ല. അത് തന്നെയല്ല LDF-ന് UDF-ന് ശക്തമായ പ്രചരണം. ഈ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ഒരു കോൺഗ്രസ് മെന്റാലിറ്റി ചെയ്യുന്ന ആളുകളാണ്. അവർ കോൺഗ്രസ് വിശ്വസിച്ചാണ് നിന്നിരുന്നത്. അതിനിപ്പോൾ മാറ്റം ഉണ്ടായപ്പോൾ വിഷമിക്കേണ്ട കോൺഗ്രസിന്റെ പോക്ക് ശരിയല്ല. കോൺഗ്രസ് ഇപ്പോൾ അപകടകരമായ നിലയിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവരുടെ അടുത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് ക്രിസ്ത്യാനിയെ സംരക്ഷിക്കാൻ എല്ലാവരും മിണ്ടിയവരുടെ എന്താ എനിക്കരുത്. ഞാനുള്ളത് ആരെങ്കിലും മണിപ്പൂർ ചാടി പറയുന്നതിന് മിണ്ടുന്നില്ല. ദൈവത്തിന്റെ സ്വോത്രം. മണിപ്പൂർ മിണ്ടിയ മണിപ്പൂറായിരുന്നു. ഇപ്പൊ എന്നാ മണിപ്പൂർ പറയാത്തത്? എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നാക്കല്ല എന്റെ നാക്ക്. എന്റെ നാക്ക് എന്റെ നാക്കാ. നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ നാക്ക്. നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എന്നാ തെറ്റ്? ഷെടാനാശമേ നിർബന്ധിക്കുക. ഷെടാനാശമേ അങ്ങനെ നീ നിർബന്ധിച്ചാൽ വീഴുന്നവനല്ല ഞാൻ. മനസ്സിലായില്ല? പിന്നെ തന്നെ പോലുള്ള എത്രയോ ആയിരം പത്രക്കാരുമായിട്ട് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ ഞാൻ. എന്ന് പറയാം. ഈ മണിപ്പൂർ ഇഷ്യൂല് അതൊക്കെ പറയാം. നിങ്ങൾ ചോദിച്ചില്ലേ ചോദിച്ച് പറയിപ്പിക്കുക. ഈ മണിപ്പൂർ സംഭവത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇന്നലെ ഉണ്ടായതാണ്. അതുണ്ടായിട്ട് 10 കൊല്ലം ആയല്ലോ. മൈതേയി എന്ന് പറയുന്ന വിഭാഗങ്ങളും കുക്കി എന്ന് വിഭാഗങ്ങളും. കുക്കികൾ എന്ന് പറയുന്നത് വനവാസികളാണ്. മൈതേയി എന്ന് പറയുന്നത് പട്ടണവാസികളാണ്. രണ്ടും പ്രത്യേക ടൈപ്പ് വികാരജീവികൾ. ഈ വംശീയ കലാപം എത്ര നാളായി തുടങ്ങിയിട്ട്? ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് വംശീയ കലാപമുണ്ട്. നെഹ്റു ഇടപെട്ടിട്ടില്ല. മൊറാർജി ദേശായിയുടെ കാലത്തുണ്ട്. ഇന്ദിരാജി, ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാജി. ഇന്ദിരാജിയുടെ കാലത്ത് പോലും ഇടപെടാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളും ഈ കുക്കികളും മൈതൈകളും തമ്മിൽ സംഘർഷമുണ്ട്. ആ സംഘർഷം ഇടപെടാൻ കഴിയുന്നില്ല. ഇടപെട്ടാൽ എന്താ? കൂടുതൽ സംഘർഷം ഉണ്ടാകുക. മനസ്സിലായില്ലേ? അതില് ഇപ്പൊ ഉണ്ടായ സംഘർഷം ഒരു കാര്യമില്ല. കുക്കികൾക്ക് പിന്നോക്കം പട്ടിക വർഗം എന്നതിൽ കിട്ടിയ ആനുകൂല്യം പോലെ മൈതേയികൾ അവരും സാമ്പത്തിക താഴെ കിടന്നിരിക്കുന്ന അവർക്കും ആനുകൂല്യം കൊടുത്തതിനെതിരെ സമരം നടത്തി. പോരെ, സാറിന് മിണ്ടുകളെ എത്ര കൊന്നു. ഇപ്പൊ ഏതായാലും ഒരു മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ മണിപ്പൂർ ഞാൻ പറഞ്ഞത്. എന്താ മാറ്റം? ആ മാറ്റം എന്ന് പറഞ്ഞത് ഇപ്പൊ പിണറായി ആണല്ലോ മണിപ്പൂർ പറഞ്ഞ് കോഴിക്കോട് സമ്മേളനം നടത്തുക. ആദ്യം നിങ്ങളെല്ലാം കേട്ടതല്ലേ? പിണറായിയുടെ ആദ്യ സമ്മേളനം. അത് കഴിഞ്ഞാണല്ലോ സുധാകരന്റെ സമ്മേളനം കോൺഗ്രസ്. രണ്ട് കോഴിക്കോട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പൊ ഇപ്പോഴും കോഴിക്കോട് ഇത് വരുന്നുണ്ട്. അതാ ഈ കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നത്. അവിടെ കുക്കികൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ കുക്കി ക്രിസ്ത്യാനി എല്ലാം കൂടെ വന്ന് മൈതൈ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ തകർക്കും. മൈതൈ ക്രിസ്ത്യാനിയെ കൊല്ലും. മൈതൈ ക്രിസ്ത്യാനി എന്ന് കുക്കി ക്രിസ്ത്യാനിയുടെ പള്ളി തകർക്കും. കുക്കികളെ കൊല്ലും. എല്ലാം ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്ക് അടുത്ത പറഞ്ഞുതരാം. അവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങൾ ബർമ്മ വഴി ഭീകരവാദികൾ ഉള്ളിൽ കടന്ന് ചില സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നം അതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വലിയൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഇടപെടൽ, ഇന്ന് വരെ ഒരു ഭരണാധികാരിക്കും കഴിയാത്ത ഒരു ഇടപെടൽ അവിടെ നടന്നു. അത് നടക്കുന്നത് കഴിഞ്ഞാൽ മോദി അറിയാതല്ലോ. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റാളുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് നിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അതിനകത്തുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. ഞാൻ ചോദിക്കും, ഇത് വലിയ ഈ കുറ്റം പറയുന്ന ഇതിനകത്ത് പ്രധാനമന്ത്രി എവിടെ പോയി എന്ന് ചോദിക്കുന്ന പിണറായി വിജയന്റെ ഈ സ്റ്റേറ്റിൽ
പൂഞ്ഞാറ്റിലെ പള്ളി അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാന്ന് വേണ്ടിയിട്ട് ഇപ്പം ഉണ്ടാകുന്ന എന്നാന്ന് എൻ്റെ ചോദ്യം. അത് ചോദിക്കണ്ടേ? അവർക്ക് ക്രിസ്ത്യാനികൾ കൊള്ളാം ഇല്ലേ? എനിക്ക് മനസ്സിലായില്ല. അതോട് ഞാൻ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. ക്രിസ്ത്യൻ സമൂഹത്തോട് പറയാനുള്ളെങ്കിൽ വളരെ ക്ലിയർലി ഞാൻ ഈ പറയുന്നതിൽ ശരിടാ, നേരം വെളുക്കുമ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ഭയങ്കര സങ്കടമുണ്ട് ചോദിക്കുന്നത്. ക്ലിയറല്ല ഞാൻ പറഞ്ഞു. എനിക്ക് കേരളത്തിലെയല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് ഏക രക്ഷ, ഈ രാജ്യത്തിന്റെ രക്ഷ, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ രക്ഷ, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ നിലയ്ക്ക് നിർത്താൻ, ഇന്ത്യയുടെ നില ഉയരുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങളെല്ലാവരും മോദിജി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും താമര ചിഹ്നത്തിലും താമരയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പുള്ളി ഒന്ന് തീർത്തു അത് പുള്ളി പൊക്കോളാന്നാ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതേപ്പറ്റി എന്താന്നല്ല, ഞാൻ ഒരു സാഹിത്യകാരനല്ല, ഞാനൊരു പാവമാണ്. പിന്നെ സാഹിത്യയുടെ കഴിവ് ഡാൻസും അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ ഒരു പാവമാണ്. അതിനർത്ഥിക്കും എനിക്ക് ഡാൻസ് എന്നാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അത് ഞാൻ കാണുന്നത് എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല. പറഞ്ഞ സ്ത്രീയുടെ പേരിന് കാലാമണ്ഡലം. എനിക്ക് അരിശം തോന്നി. എന്താന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട്. എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലും കലയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡാൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ്. കേരളത്തിലെ ഒരു അതിപ്രഗത്ഭനായ നടൻ, എന്നാ പേര്, വിനീത് അല്ലേ? എന്താണ് ആ നടന്റെ ഡാൻസ്? ഒരു സ്ത്രീയും രക്ഷപ്പെടുകയല്ല ഡാൻസ്. എല്ലാ ടൈപ്പ് ഡാൻസും വിനീതിനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. സ്ത്രീകൾ പോലും പരാജയപ്പെടുക. അപ്പൊ കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവുകളാണ്. ആ കഴിവുകളെ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ്. അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കൊക്കെ നല്ലത്, ഒരു നല്ല സുന്ദരിയായ ചെറുക്കൻ, ഒരു പയ്യൻ വന്നൊരു പാട്ട് പാടുന്നു, ഒരു രസം തോന്നും. ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടും, ഒരു രസം തോന്നും. അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ സ്വാഭാവികമായിട്ട് ആ വെളുത്ത പെണ്ണിന് പ്ലസുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താ? ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയേക്കാൻ കുഴപ്പമില്ല. ഇതാ എൻ്റെ അഭിപ്രായം. മനസ്സിലായി? സത്യസന്ധമായിട്ട് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. പത്തനംതിട്ട ഒരു കുഴപ്പമില്ല, നല്ലോണം നടക്കുന്നു. ഞാൻ ക്ഷീണാ രാജമേ, ഇപ്പൊ അമ്പിളിയമ്മാവൻ ഇവിടെ നിലത്ത് വീണ എന്നാ എന്ന് ചോദിച്ചു, ഞാൻ എന്നാ അവരോട് പറയാന്? വീഴുന്നില്ലല്ലോ, ഞാൻ അവിടെ മത്സരിക്കുന്നില്ലല്ലോ. എവിടെ? കോട്ടയത്ത് ആരൊക്കെയാ മത്സരിക്കുന്നത്? ചാഴികാട് ഞാൻ പിണറായി വിജയൻ എടുത്ത് ഇങ്ങനെ കൂപ്പ് നിന്ന് ഇവിടെ ഔട്ടായി. ബാസികളെ ആ ജോർജ് സാറിനെ പൊക്കം പറഞ്ഞു. ആ ഭയങ്കര കക്ഷിയാണ്. എനിക്ക് അവനെന്തും അറിയത്തില്ല. നീ സത്യം പറഞ്ഞ ഞാൻ അവനെ വേണ്ടിയിട്ട് വർഷങ്ങളാണ്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് സത്യം പറയണ എനിക്ക് എൻ്റെ മടിയൊന്നുമില്ല. കെ എം ജോർജ് ഒരു നേതാവായിരുന്നു, നമ്മുടെ നേതാവായിരുന്നു. അയാളെ കണ്ടില്ല. എനിക്കറിയത്തില്ല, ഞാൻ ബന്ധപ്പെട്ടില്ല കൊണ്ട്. തുഷാർ അയാളും എന്നെ ബന്ധപ്പെട്ടിട്ടില്ലോട്ടോ. ബന്ധപ്പെട്ടാലേ എനിക്ക് അഭിപ്രായം പറയാൻ. ഞാൻ എന്നെ വിളിക്കാവോ എന്ന് ചോദിച്ച് ഞാൻ ഓടി നടക്കാറില്ല. വിളിക്കുന്നതോട് പോവും, വിളിക്കാതെ പോവുക. ഞാൻ പറ്റുക നീ ഇങ്ങനെ മടയത്തിൽ ചോദിക്കുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എന്നെ വിളിക്കുന്നിടത്ത് പോവും. ആ വിളിച്ചാലും പോലും എനിക്ക് എൻ്റെ സൗകര്യമില്ല പോവാൻ. ഇവിടെ വിളിച്ചിട്ടാ വന്നത്, അറിയാൻ പറ്റില്ല. ആ അങ്ങനെ വന്നു. അല്ല പിന്നെ വിളിക്കാതെ
എനിക്ക് ചോറുണ്ടോ എന്ന് പറഞ്ഞ് ഓരോ വീട്ടിൽ കൂടെ തേടി കിടക്കണം എൻ്റെ ജോലി. ആ ഇടമൊന്നും എനിക്കില്ല. അപ്പൊ ഞാൻ ഒരു പാവപ്പെട്ട പ്രവർത്തനമായിട്ട് നീ അംഗീകരിച്ചാൽ മതി. മനസ്സിലായി? എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. മതിയായോ? പിള്ളേർ ഉദ്ദേശം നടന്നില്ല, ക്ഷമിക്കുക. പോകട്ടെ. ഇനി എപ്പോഴും ഇല്ലാത്ത പറഞ്ഞു നടക്കലോട്ടോ. നീ ഒരു ചേർക്കാൻ ഏതാ ഈ കോട്ടയക്കാരനല്ലേ, ഈ കോട്ടയക്കാരന് ഏറ്റവും പിറപ്പുള്ളവന്മാർ അറിയാമോ? അത് കത്തോലിക്കകളാണ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതറിയത്തില്ല. ഞാൻ കത്തോലിക്കനാണ്. എനിക്കറിയാം. ഞാൻ അറിയില്ല എല്ലാത്തിനെയും. ഒളിച്ചു വെച്ചോളം കൊല്ലുള്ളൂ. ആയിക്കോട്ടെ.